ബ്രദറെ സ്റ്റോപ്പ് പ്ലീസ്. ഓ, വെർ ഇസ് ദ ബ്രേക്ക്? എന്താ ബ്രദർ? ഒരു ചായ കുടിച്ചാലോ? ഓക്കെ. അച്ഛൻ 2 സ്ട്രോങ് ടീ, അതിലൊന്ന് ലൈറ്റ്. ആ ലൈറ്റ് അത്ര അങ്ങോട്ട് ലൈറ്റ് ആക്കണ്ട, കുറച്ച് കിടപ്പം കുറഞ്ഞോട്ടെ. യാ സ്ട്രോങ് ആയിട്ട് ലൈറ്റ്, ലൈറ്റ് ആയിട്ട് സ്ട്രോങ്. ചേട്ടാ ഇവിടുന്ന് കോയമ്പത്തൂർക്ക് ഒരു എത്ര കിലോമീറ്റർ വരും? കാറിലോ ബസ്സിലോ? ജീപ്പില്. ജീപ്പിലാണെങ്കിൽ 50 കിലോമീറ്ററോളം വരും. ഓഹോ, കാറിലാണെങ്കിലോ? കൂടും, 60ഓളം വരും. ഓ, ജീപ്പിന് വന്നത് നന്നായി അല്ലേ ബ്രദറെ? യാ പോലെ 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 പോലെ. ഏയ് പോലെ വണ്ടി വിടല്ലേ ബ്രദറെ. എങ്ങോട്ടാ? ഏയ് നിർത്ത്. ഏയ് നിർത്താൻ. ഏയ് വണ്ടി നിർത്താൻ. ഏയ് വണ്ടി നിർത്ത്. എന്താ ഇങ്ങോട്ട് മാറാൻ വേണ്ടി. അതന്നെടാ. അതെ. എന്താടോ? ഏയ് ആള് മാറിപ്പോയി. താൻ ഉദ്ദേശിച്ച ആളല്ല ഞാൻ. ഇയാക്കെന്താ പ്രാന്താണോ? അയ്യേ, സോറി. വെറുതെ മനുഷ്യനെ കിടത്താൻ. എന്താ ബ്രദറെ പ്രശ്നം? അത് വേറൊരാളാണെന്ന് കരുതി. ഇത്രയും കാലമായിട്ടും ബ്രദറിനത് മതിയായില്ലേ? ബ്രദറിന് വേറെ പണിയൊന്നുമില്ലേ? ബ്രദർ പോ. എത്രയാ മാഷെ? 10 രൂപ. ബ്രദർ എങ്ങോട്ടാ? ചായയുടെ കാശ് കൊടുക്കാൻ. വേണ്ട, ഞാൻ കൊടുത്തോളാം. കുഴപ്പമില്ല, ഞാൻ കൊടുത്തോളാം. ചായ കുടിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തോളാം കാശ്. എന്നാലേ ചായക്ക് ഓർഡർ കൊടുത്ത് ഞാൻ കൊടുത്തോളാം. വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ല. ബ്രദർ വെറുതെ പ്രശ്നം ഉണ്ടാക്കണം. ഇതെന്റെ അപമാനത്തിന്റെ പ്രശ്നമാണ്. അതെ, അപമാനത്തിന്റെ അല്ല, അഭിമാനത്തിന്റെ. അത് പറയണ്ട. ഞങ്ങള് ബ്രദേഴ്സ് തമ്മിലുള്ള പ്രശ്നത്തിൽ താൻ ഇടപെടണ്ട കേട്ടോ. എന്താ ബ്രദറെ, ബ്രദറിന് കാശ് കൊടുക്കണോ? ഏയ് ബ്രദറിന്റെ വാശിയല്ലേ, കൊടുത്തു. ബ്രദറിന് വിഷമായോ? ഏയ് ദാ, 10 രൂപ എന്നല്ലേ താൻ പറഞ്ഞത്? അത് ചായയുടെ. ഈ കട തല്ലി പൊളിച്ചതിന്റെ കാശാണ് തരും. അതെത്ര? അത് 3500. അത് ബ്രദർ തരും. ഞാനാ എന്തിന്? ബ്രദറിലെ പ്രശ്നം തുടങ്ങി. ബ്രദറിലെ പ്രശ്നം മനസ്സിലാക്കിയത്. ഞാനും കൊടുക്കൊന്നുമില്ല. കൊടുക്കൂലേ? കൊടുക്കൂല. പക്ഷെ അടുത്ത പ്രശ്നത്തിന് ബ്രദർ കൊടുത്തോളണം. ഉറപ്പാണല്ലോ? ഉറപ്പ്. അല്ല പിന്നെ ഇത് എന്റെ അപമാനത്തിന്റെ പ്രശ്നം. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലടോ? അയ്യോ പിന്നെ അതാ കറക്റ്റ്. 1 2 3 4. കൊള്ളാം. കലക്കൻ അഗ്രികൾച്ചർ വർക്ക്. എന്ന് വെച്ചാ വാസ്തുഹാര. എന്ത്? ആശാരിപ്പണി ബ്രദറെ. ഓ യാ ഒരു 4 കോടി രൂപ കണ്ണും പൂട്ടി കൊടുക്കല്ലേ ബ്രദറെ? കണ്ണു പൂട്ടി കൊടുത്താൽ കണക്ക് തെറ്റും ബ്രദറെ. അതല്ല ബ്രദറെ, 4 കോടി രൂപ കൊടുക്കാവോ? 5 കോടി കൊടുത്താലും നഷ്ടമാ. നഷ്ടോ? ഓണർക്ക്. ബ്രദറെ നല്ല കടും ചുമലിച്ച പെയിന്റ് അടിച്ച് എങ്ങനെ ഉണ്ടാവും? തീരെ സിമ്പിൾ ആയി പോകും. ഓ എങ്കിൽ ജനൽ പാളിസിലൊക്കെ മഞ്ഞ പെയിന്റ് അടിച്ചാലോ? ഓ ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. വലിയ തറവാടികളാ. അതൊന്നും സാരമില്ല, നിവർത്തിയേട് കൊണ്ട് കൊടുക്കുന്നതാ. ഈ നിവർത്തികളും കഷ്ടപ്പാടൊക്കെ ലോകത്തുണ്ടാവണമെന്നേ. ഇതിപ്പോ നമ്മുടെ കയ്യിൽ കാശ് വന്നപ്പോ സകല നിന്റെ കയ്യിലും കാശും കാറും. അത് തന്നെ ശരിയല്ലേ ബ്രദറെ? യെസ്, ഗ്ലോബൽ റെസിഷൻ. എന്തുകൊണ്ട്? സമതല തന്തുലിതാവസ്ഥ. ജോൺ സാറേ അവര് വന്നു. വരൂ. ആരാ അത്? ജോൺ സാമുൽ സാറാ, ഹൗസ് ഓണർഷിപ്പാ. എന്നുവെച്ചാ മുങ്ങാറായി ഈ വീടിന്റെ കപ്പിത്താനാ. ഓ, മുങ്ങിക്കപ്പൽ. ഈ കപ്പലും മുങ്ങിക്കപ്പലും തമ്മിൽ എന്താ വ്യത്യാസം? അത് ആദ്യം കപ്പലുണ്ടാക്കും, പിന്നീട് അത് വെള്ളത്തിലിടും. അത് മുങ്ങിപ്പോയാല് മുങ്ങിക്കപ്പല്, പൊങ്ങിക്കിടന്ന പൊങ്ങിക്കപ്പല്. കറക്റ്റ്. നിനക്കറിയാവുന്നറിയാൻ പിടിച്ചു വെച്ചാ. ഓ ദൈവമേ, എന്തൊരറിവാ നിനക്ക്. കൈരളി ടിവിയിൽ അശ്വമേധം നടത്താൻ ക്ഷണിച്ചതാ. ഞാൻ പോയില്ല, വേറെ പണിയില്ലേ. സത്യം. ഉദാഹരണത്തിന് നീ നിന്റെ പേരൊന്ന് മനസ്സിലാലോചിച്ചേ. ഇന്ത്യക്കാരൻ? യെസ്. പുരുഷൻ? യെസ്. ജീവിച്ചിരിപ്പുണ്ട്? ഉണ്ട്.
കേരളത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിച്ച മലയാള സിനിമയുടെ ചരിത്രത്തിലേക്ക് മുങ്ങിത്തപ്പിയാൽ മലയാള സിനിമ ജനിച്ചു വീണ നാൾ ആദ്യമായി സംസാരിച്ച സിനിമ ഏതെന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും നിന്റെ പേര് അതെ അത് ബാലൻ. കറക്റ്റ്, നികൃഷ്ടൻ തന്നെ. ഡൈനി ബ്രദറെ എങ്ങനെയുണ്ട്? തീരെ നോട്ട് ബാഡ് അല്ല. ഏയ് ഈ മുറിയിലാണ് സാറിന്റെ ഭാര്യ സാറുമായിട്ട് ആദ്യമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിച്ചത്. ഓ യൂസ്ഡ് ആണല്ലേ. അയ്യോ. താൻ കൊണ്ടുപോയി ഇവരെ മറ്റു മുറികളൊക്കെ കാണിച്ചോട്. ഓ ആ, ഇത് ഗസ്റ്റ് ബെഡ്റൂം. ഈ ബെഡ്റൂമിലാണ് ആദ്യമായിട്ട് സാറിന്റെ ഈ സാറിന്റെ ഭാര്യ ആദ്യമായിട്ടല്ല അത് അവസാനമായിട്ടൊന്നും ചെയ്തിട്ടില്ലേ? ഉണ്ട്. ദേ ഈ കാണുന്ന ഫാനിലാണ് സാറിന്റെ ഭാര്യ അവസാനമായിട്ട് തൂക്കിച്ചെത്തത്. ഓ ഡെഡ് എൻഡ്. ടോയ്ലറ്റ് എവിടെ? അതെ, ഷെറിൻ ആത്മഹത്യ ചെയ്തതാ. മാനസിക വിഭ്രാന്തിയായിരുന്നു. മാനസിക വിഭ്രാന്ത് എന്ന് വെച്ചാ? മനസ്സിലുണ്ടാകുന്ന ഒരുതരം ഭ്രാന്ത്. ഓ, ഞാൻ കൊന്ന് കെട്ടിത്തൂക്കിയതാ, പ്രേതശല്യമുണ്ട്, എന്തൊക്കെ കഥകളാ. ഒന്നും മറച്ചു വെച്ചിട്ട് വേണ്ട, നല്ലവണ്ണം ആലോചിച്ചിട്ട് വേണം. അത് ഈ പ്രേതോന്ന് പറഞ്ഞു. ഓക്കെ, സംഭവങ്ങളാ. വീട് പഴക്കമുണ്ടെങ്കിലും ഓക്കെ. സ്ഥലം തീരെ അങ്ങോട്ട് മോശമെന്ന് പറയാൻ പറ്റില്ല. ആയിക്കോട്ടെ, സ്ഥലവും വീടും പറമ്പും പ്രേതവും പിശാച്ചും ഒക്കെ കൂടി ലാസ്റ്റ് എന്ത് തരണം ഉള്ളത് പറ. അങ്ങനെ വില പറയാൻ ഞാൻ എന്താ പറയാ? വേണ്ട, ഞങ്ങൾ പറഞ്ഞോളാം. മൊത്തം ഒരു 2 രൂപ അങ്ങോട്ട് തരും. 2 crores. കോൻ പറയുക ക്രോർപതി. വില കുറവാണെന്ന് ഞാൻ പറയില്ല. കണ്ടില്ലേ? എന്നാലും എനിക്കൊരു 3 കോടിയോളം ആവശ്യമുണ്ട്. പിന്നെ മക്കളുടെ പഠിത്തം തീരാൻ ഒരു 6 മാസം. അത്രയും കാലത്തെ അവരുടെ അല്ല, എന്നാ ഹോസ്റ്റൽ പിന്നെ ചേട്ടൻ അതും കൊണ്ട് അങ്ങനെ നിർത്തണ്ട. മക്കളുടെ പഠിത്തം തീരുന്നവരെ ചേട്ടന് വരാൻ പോണ വാദത്തിന്റെ ചികിത്സയുടെ ചെലവും ഇവിടെ പറമ്പിൽ കൂർക്ക് പറിക്കണ പണിക്കാരുടെ ചെലവും കൂടി അങ്ങനെ തന്നാലോ? ഇതെന്താ നേരത്തെ ബ്രദർ പറഞ്ഞ സുമലത? തുന്തിലിതാവസ്ഥ. അതാ ബ്രദർ. ഒരു കാര്യം ചെയ്യും, ചേട്ടന് ഒരു 2.5 രൂപ അങ്ങ് തരും. അയ്യ ബ്രദർ എന്തിന്? ഓട്ട ബ്രദറെ, പാവല്ലേ, ആലോചിച്ച് തീരുമാനിക്കും. അങ്കിൾ ആലോചിക്കട്ടെ. എന്താ പാക്ക് ചെയ്യായിരിക്കും? നടക്കുന്ന കച്ചവടമാണെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നല്ലേ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത്. എന്നിട്ട് അയാളുടെ ഒടുക്കത്തെ വിലയും കൊട്ടക്കണക്കിന് ബാധ്യത. പോട്ടെ സാറേ, അങ്ങനെ 2 മക്കളെ ഡോക്ടറാക്കാൻ പഠിപ്പിക്കാനാ. അയാള് പഠിപ്പിച്ചോട്ടെ, ഒരു എതിരുമില്ല. അതിന് ഞങ്ങൾ എന്തിനു സഹിക്കണം? ഞങ്ങൾക്കൊരു മൂലക്കുരു വന്ന ഇയാളെ കോപ്പന്മാര് ഡോക്ടർ മക്കള് അവന്മാര് ഫ്രീ ആയിട്ട് ഞങ്ങൾ നോക്കൂ. അസിസ്റ്റന്റ് അവന്മാര് നോക്കില്ല, പക്ഷേ അവളുമാര് നോക്കും. അവളുമാര് അതാര്? അവളുമാരെന്ന് വെച്ച കണ്ണി കണ്ട അവളുമാരല്ല, കണ്ടാൽ കണ്ണു തള്ളിപ്പോകുന്ന ദിവളുമാര്. കാണൂ, കണ്ണു തള്ളു. ആരായത്? ആരേത്? ആരാടത്? ആരായത്? പാറടാ പുല്ല്, ആരായത്? ആനിയും ഷേർലിയും. ആനയും ഷേളിയോ? ആരാത്? ആരാത്? ആരാടത്? ആരാത്? നിന്റെ അമ്മയുടെ നായര് പറയടാ. ആനിയും ഷേർലിയും. അത് ആരാന്നാടാ ചോദിച്ചത്? ജോൺ സാമൻ സാറിന്റെ മക്കള്. ലേഡീസ് ആണല്ലോ.